നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. റീമ കല്ലിങ്ങളുടെ ഒരു പുതിയ സിനിമ ഇപ്പോൾ അടുത്ത് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് റീമ കുറെ ഇന്റർവ്യൂസുകൾ കൊടുക്കുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ അവരോട് ചോദിച്ച 2-3 ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരം വലിയ വിവാദത്തിലായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്തുള്ള ആളുകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അവര് സംസാരിച്ച 2 ടോപ്പിക്കുകൾ ഒന്ന് പറയും. ഒന്ന്, അവര് വിവാഹം ഒരു ട്രാപ്പാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു മറുപടി കൊടുത്തു. അതുപോലെ തന്നെ ലോക എന്ന് പറയുന്ന സിനിമ വിജയിക്കാൻ കാരണം അവര് അടങ്ങുന്ന കുറച്ച് ആളുകൾ ഇവിടെ നടത്തിയ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച വിപുലീകരിച്ച് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി. ആ സ്പേസ് ഉള്ള ഇതുകൊണ്ടാണ് ലോക വിജയിച്ചത് എന്നാണ് പറഞ്ഞത്. വിജയ് ബാബുവിനെ പോലെയുള്ള ആളുകളൊക്കെ അതിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് അങ്ങനെ നടിമാരുണ്ടായിരുന്നില്ലേ, ഇതുണ്ടായിരുന്നില്ലേ, അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമ ഇവിടെ വിജയിച്ചതല്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്ന രീതിയിൽ ഉണ്ട്. ബേസിക്കലി എനിക്ക് റീമ കല്ലിങ്ങൾ എന്ന് പറയുന്ന നടിയെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അവരുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആഷിഖ് കപൂറിന്റെ ടീം വർക്കുകളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതും ഞാൻ അങ്ങനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാത്തതും ഒക്കെയാണ്. അതായത് സിനിമകളൊക്കെ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ റീമയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരം, ആ ഇന്റർവ്യൂ ഞാൻ ഇരുന്ന് കണ്ടപ്പോൾ അതിൽ ഒരാള് റീമയോട് ചോദിച്ച ഒരു ചോദ്യത്തിന് റീമ കൊടുത്ത ഉത്തരമാണ് എന്നെ ഇതേപോലെ പറയാൻ പ്രേരിപ്പിച്ചത്. അത് ഗംഭീരമായി. അപ്പോൾ എനിക്ക് റീമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഈ വീഡിയോ റീമയെ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ചോദ്യം ഇതായിരുന്നു: ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഡയറക്ടർ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ റീമ നിലനിൽക്കുന്നത്, എന്താണ് അതിനുള്ള ഉത്തരം എന്നാണ്. അപ്പോൾ റീമ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. എന്നാലും അതിന് ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത 2008 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് ശരിക്ക് ഒരു നല്ല കാര്യം, ഭയങ്കര പോസിറ്റീവ്. അത് റീമ അറിയാതെ വന്നതോടൊന്നും അറിയില്ല. ബേസിക്കലി റീമ ചെയ്യുന്ന പല കാര്യങ്ങളേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന ആളുകൾക്ക് പ്രചോദനം ചെയ്യുന്ന ഒരു കാര്യം ആ 2008 മുതൽ 2014 വരെയുള്ള റീമയുടെ ലൈഫായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് ഷൂട്ടിങ്ങിന് പോകുന്നു, അങ്ങനെയാണ് അവർ ആ ഒരു സമയത്ത് ജീവിച്ചത്. അപ്പൊ അങ്ങനെ ജീവിച്ച ഒരാൾക്ക് ഇന്ന് ആഷിഖ് കപൂർ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഫെയിം എന്ന് പറയുന്നതിൽ ഒരുവിധ അർത്ഥവുമില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ആഷിഖ് കപൂറിനോടും തിരിച്ചു ചോദിക്കാവുന്നതാണ്, റീമ ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് ആഷിഖ് കപൂർ നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യവും പ്രശസ്തമാണ്. കാരണം അത്രയ്ക്ക് രണ്ടുപേരും ഏകദേശം ഈക്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടം വേറെ, പക്ഷെ അവരുടെ വർക്ക് വേറെ. അവർ ഈ സൊസൈറ്റിയിൽ നിൽക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് അതിൻ്റെ വാല്യൂ ജനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യം അസ്ഥാനത്തായി പോയി. റീമ അതിന് കൊടുത്ത മറുപടി അതിഗംഭീരമാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കല്യാണി പ്രിയദർശനാണ് ഈ ഒരു സിനിമയ്ക്കകത്ത്, ലോകയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരൊറ്റ സിനിമ കൊണ്ട് ഇപ്പോൾ സിനിമാ ലോകം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന. എന്തൊരു ഊളത്തരമാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നറിയില്ല. ഇനി നാളെ ഒരു പക്ഷേ കല്യാണി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയരട്ടെ, അതല്ല പ്രശ്നം, അതല്ല കാര്യം. സംഭവം എന്താണെങ്കിൽ ഇത്ര ഊളത്തരങ്ങൾ വിളിച്ചു പറയാൻ മലയാളികൾക്ക് ബോധമില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു നടി ലേഡി സൂപ്പർ സ്റ്റാർ ആവുന്നത്? 32 വയസ്സുള്ള കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ഈ ഒരു സിനിമ, നമ്മൾ ഈ സിനിമയൊന്ന് നോക്കുക, അതിലേക്ക് വരാം. അതിനായിട്ട് തൊട്ട് മുമ്പായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഉർവശി ചേച്ചി, മഞ്ജു ചേച്ചി, ഇവർ 2 പേരാണല്ലോ നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയാം. ഏതൊരു റോളും അനായാസമായി കൈകാര്യം ചെയ്യുന്ന 2 നടിമാരാണ്. മാത്രവുമല്ല അവരവരുടെ സ്വന്തം ശബ്ദത്തിലാണ് ഈ സിനിമകളെല്ലാം തന്നെ ചെയ്യുന്നത്. അതിന് മറ്റൊരാളുടെ ആശ്രയിക്കേണ്ട ആവശ്യം അവർക്കില്ല. അതാണ് യഥാർത്ഥ കലാകാരൻ എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ ഈ ടിക്ടോക്ക് മറ്റുള്ള അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും വായ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളെ അവർ ഡബ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ആക്ടറെ പരിപൂർണമായിട്ടൊരു ആക്ടർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഡയലോഗ് മോഡുലേഷൻ ഒന്നും കല്യാണി പ്രിയദർശന് ഇപ്പൊ ഈ ലോക വരെ ഉള്ള സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. വ്യക്തമായിട്ട് മലയാളം ഉച്ചാരണങ്ങൾ പോലും ശരിക്ക് വരാത്ത, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പറയുന്ന രീതിയിലാണ് പലപ്പോഴും കല്യാണിയുടെ ഒരു സംഭവങ്ങൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ
എങ്ങനെയാണ് അങ്ങനെ ഒരാളെ ഈ പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും റീമ പറഞ്ഞ പോലെ അവരുണ്ടാക്കിയെടുത്തൊരു സ്പേസ്. അപ്പോൾ നമ്മൾ പറയുന്നത് പഴയ കാലത്ത് അങ്ങനെയില്ലേ, ഉർവശി ചേച്ചി എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തുള്ള ആളാണ്, ഒരുപാട് സിനിമകൾ അഭിനയിച്ച് ഉള്ള ആളാണ്. അതുപോലെ തന്നെ ശാന്തികൃഷ്ണ എന്ന് പറയുന്ന ഒരു നടി ചകോരം പോലെയുള്ള സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യ പെർഫോമൻസ് ആണ്. മാധവി എന്ന് പറയുന്ന നടി ആകാശദൂതിൽ അഭിനയിച്ചിട്ടുള്ള ഗംഭീര പെർഫോമൻസ് ആണ്. അങ്ങനെ ഒരുപാട് നടിമാർ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട്, വാണി വിശ്വനാഥ് അവര് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലെ ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഒരു ചർച്ചയ്ക്ക് വലിയ ഒരു സ്വാധീനം ചെലുത്താൻ റീമ അതുപോലെ തന്നെ പാർവതിയെ പോലുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്നാണ് ഈ ലോക എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നത്. എസ്പെഷ്യലി ഈ പറയുന്ന ദുൽഖർ അടക്കം ഉള്ള ആളുകളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ സ്ത്രീയുടെ ഒരു ആംഗിളിൽ നമുക്ക് ഈ ഒരു കഥ പറയണം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഇവരുടെ മുൻകാല ചർച്ചകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കാൻ പോകേണ്ട ആവശ്യം എന്ന് തോന്നുന്നത്? ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അപ്പോഴേക്കും റീമ അങ്ങനെ പറഞ്ഞു, റീമ ആണ് എല്ലാതും എന്നൊക്കെ പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ റീമയുടെ ഈ ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്ന ഒരു സ്റ്റൈല് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ കോൺഫിഡൻസിനോടുകൂടി സംസാരിക്കുമ്പോൾ അവർ അഹങ്കാരിയാണ്, അവർക്ക് എന്താണ് ഇങ്ങനെ ഇത്തരത്തിൽ പറയേണ്ട കാര്യം എന്നൊക്കെ ചോദിക്കും. ഇത്തരം ഫീൽഡിൽ വളരെ എന്താ പറയുക, വളരെ ധൈര്യമായി മുന്നോട്ട് പോവുക, ഇത്രയും കാലം നിലനിൽക്കുക, ഇപ്പോഴും കലയിലൂടെ ജീവിക്കുക, അതിലൂടെ മുന്നേറുക എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ജോലി ഉണ്ട് ഇവിടെ. അത് നിസ്സാരമല്ല. അവരിപ്പോഴും അത് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളാണ്. തിയേറ്ററിൽ ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിലൊക്കെ അവരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ റൂട്ടിലൂടെ പോകുന്ന ആളുകളാണ്. അത് നിസ്സാരമല്ല. അവരങ്ങനെ അവരവിടെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രീതിയിൽ യാതൊരു വർക്കും ചെയ്യാതെ ഒരു വെറുതെ ക്യാമറ മുന്നിൽ വെച്ചിട്ട്, ഒരു മൊബൈൽ മുന്നിൽ വെച്ചിട്ട് വായ തോന്നിയത് ഇത്തരം ആളുകളെ വിളിച്ചു പറയുന്ന ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലിന്റെ ആംഗിൾ പോലും എങ്ങനെയാണ് കറക്റ്റായിട്ട് വെക്കാൻ എന്നറിയാത്തതും അതിന്റെ കറക്റ്റായിട്ട് ടെക്നിക്കൽ വശം കൂടി ഒന്നും അറിയാത്തവരാണ് ഈ പല വീഡിയോസുകളും എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുന്നത്. വായ തോന്നിയത് വിളിച്ചു പറയാൻ, മറ്റുള്ളവരെ അധിക്ഷേപിക്കുക എന്നുള്ള രീതിയിൽ. ഇവരൊക്കെ എന്ന് പറയുന്നത് രാത്രിയും പകലും പണിയെടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ ഒരു 100-150 ദിവസത്തെ വർക്കിന് ശേഷം വന്നിരുന്നിട്ടാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അവർ പറയുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ആ പറയുന്നതിന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് അവരുടെ ചെയ്തു വെച്ച വർക്കുകളാണ്, അവർ സഞ്ചരിച്ച പാതകളാണ്. അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഒരാള് അങ്ങനെ പറയുമ്പോൾ അതിങ്ങനെയാണോ? ഈ കാലഘട്ടത്തിൽ അവരങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയ ഒരു സ്പേസ് ഉണ്ട്. അതെങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റും? അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു തലമുറയിൽ പെട്ട ആളുകൾ ഇത്തരം ചർച്ചകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് ചർച്ചാ വിഷയമല്ല. അത് ചിലപ്പോൾ സൊസൈറ്റിയിൽ നല്ലതാവണമെന്നില്ല, അത് വലിയൊരു രീതിയിൽ മോശമാവണം എന്നും ഇല്ല. അപ്പൊ വിവാഹത്തെ കുറിച്ചിട്ടൊക്കെ റീമ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവര് പറയണത് അതൊരു ട്രാപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അത് അങ്ങനെയുള്ള ആളുകൾക്ക് അത് ട്രാപ്പുള്ളൂ. ഇപ്പോ വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്, ഒരു കുടുംബം എന്നൊക്കെ പറയണതിന് അതിനൊരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം, അതാണ് കുടുംബം. അങ്ങനെ ഒരു നല്ല രീതിയിൽ നല്ല പീപ്പിളിനെ സൃഷ്ടിക്കുക, അവരെന്നെ സൊസൈറ്റിക്ക് നൽകുക, അങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിന്റെ രീതിയിൽ കാണാൻ പറ്റാതില്ലെങ്കിൽ, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരതിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുടുംബത്തിന് എന്താണ് രീതിയിൽ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ത്രീകൾക്ക് കഴിയില്ല. ഓക്കെ, ശരി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം വളരെ മോശമായ ഒരു ഏർപ്പാടാണ് എന്ന് പറയാൻ പാടില്ല. കാരണം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ലൈഫാണ്, അതാണ് ജീവിതം, അതാണ് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു നല്ലൊരു വ്യക്തിയെ സമൂഹത്തിന് സമ്മാനിക്കുക, അതിനു വേണ്ടിയിട്ട് ജീവിക്കുക, അതിനെ
വേണ്ടിയിട്ട് പ്രയത്നിക്കുക, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു വാദത്തിലൊന്നും വലിയ പ്രസക്തി ഇല്ല. ട്രാപ്പാണ് എന്നൊക്കെ പറയുന്നത് റീമയുടെ മാത്രം പേഴ്സണൽ കാഴ്ചപ്പാടാണ്. അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അതുപോലെ കാണുന്നവരും ഒരുപാട് പേരുണ്ടാവും. എന്ന് കരുതിയിട്ട് വിവാഹവും കുടുംബവും മോശമൊന്നുമല്ല. അപ്പോൾ അത് ആ രീതിയിൽ ചിന്തിക്കുന്നതോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ഈ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഒരു കാര്യം, ഈ ലോക എന്ന് പറയുന്ന സിനിമയുടെ കാര്യം 100% കറക്റ്റാണ്. അവർ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഗുണമാണ് ലോക എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഓഡിയൻസ് എന്ന് തന്നെ പറയാം. പിന്നീട് അത് പറഞ്ഞ് ഡെവലപ്പ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കല്യാണി പ്രിയദർശന്റെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവരെ നിരന്തരമായി ഒരു സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട്. അതായത് ഈ ദുൽഖർ സൽമാൻ, സത്യനന്ദിക്കാടിന്റെ മകൻ സംവിധാനം ചെയ്ത സിനിമ, അതുപോലെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമ, ഇതിലൊക്കെ കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന നടിയെ വളരെ സേഫ് ആക്കി നിർത്തവരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരു നടി ഏറ്റവും മനോഹരമായി അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട സമയങ്ങളിലൊക്കെ തന്നെ ഫേസിലേക്ക് ക്യാമറ കൊടുക്കാതെ നേരെ തലയുടെ ബാക്കിലേക്ക് കൊണ്ടുപോയി ക്യാമറ കൊടുത്ത് അവരെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കുന്ന ഒരു രീതി ഈ സത്യനന്ദിക്കാടിന്റെ മകന്റെ ഒരു പടം, ദുൽഖർ സൽമാനൊക്കെ ഉള്ള ഒരു പടത്തിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസ സംവിധാനം ചെയ്ത ലാലേട്ടന്റെ പടമായ പ്രണവ് മോഹൻലാലിന്റെ സിനിമയായ ഒരു മറ്റേ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ, ഹൃദയം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ബാക്കിലാണ് ക്യാമറ. അപ്പോൾ ഇതുപോലെയൊക്കെ ഓഡിയൻസിനെ മണ്ടന്മാരാക്കിയിട്ടാണ് ഇവർ ഈ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവര് ലേഡി സൂപ്പർ സ്റ്റാർ 2 പടം ചെയ്യുമ്പോഴേക്കൊക്കെ പറയാന്ന് പറയുമ്പോൾ അത് വലിയ എന്താ പറയാ, എന്തൊരു മണ്ടത്തരമാണ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം 33 വയസ്സിലെത്തി നിൽക്കുന്ന കല്യാണി ചെയ്തു വെച്ചിരിക്കുന്ന വേഷം അത്രയും ഗംഭീരമല്ല. അവർ ചെയ്തിരിക്കുന്ന ഈ ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് അവർ സൂപ്പർ ഹീറോ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പേരുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു സംഭവം എന്താണെങ്കിൽ അത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറയേണ്ടി വരും. അതിന് വേറൊരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും. എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും റീമയായി ഒരു കാര്യം പറഞ്ഞ് വലിയ രീതിയിൽ കൊല്ലാകൊല ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞത് സത്യമാണ്. അവരുടെ വരാനിരിക്കുന്ന സിനിമകൾ നല്ലതായിട്ട് സംഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.